പാലും പഞ്ചസാരയും റവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഈസി ആയിട്ട് വായിലിട്ടങ്ങ് അലിഞ്ഞിറങ്ങുന്ന നല്ല അടിപൊളി പുഡിങ്ങിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്നും കൂടി ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കണ്ടതാ ഇതേപോലെ നല്ല പഞ്ഞി പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണ്. അപ്പൊ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അറിയിക്കുക കേട്ടോ. കണ്ടു നോക്കിയാലോ എങ്ങനെയാ നമ്മുടെ ഈ പുഡിംഗ് റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പഞ്ചസാര ഒന്നായിട്ട് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മുടെ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്നുകൂടെ മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. കണ്ടതാ ഇതേപോലെ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ വെള്ളം തന്നെ കേട്ടോ. കണ്ടതാ ഇതേപോലെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും നമ്മുടെ പഞ്ചസാര. അതിനുശേഷം പതുക്കെ ഇങ്ങോട്ട് മെൽറ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ. ഇതിപ്പോ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോവാതെ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കുന്നത് ആ പാത്രത്തിലേക്ക് നമ്മുടെ കാരമലൈസ് ചെയ്തതും ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ കേക്ക് ടിന്നാട്ടോ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളമൊന്നും പാടില്ല. അതിനുശേഷം ഇതേപോലെ എല്ലാ സൈഡിലേക്കും ഒന്നും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് മതി. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്നും കൂടി തണുത്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലാട്ടോ എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ ബട്ടറും അതേപോലെ തന്നെ മധുരത്തിനായിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് എടുത്തിരിക്കുന്നത്. മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ റവയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി ശരിക്കും ഒന്നും കൂടി തിളച്ച് പതുക്കെ ഒന്നും കൂടി കുറുകി വരാനായിട്ട് തുടങ്ങും. നല്ലതുപോലെ ഒന്നും കുറുക്കണ്ട, പതുക്കെ ഒന്നും കൂടെ തിളച്ച് കുറുകി വന്നാൽ മാത്രം മതിയാവും. ആ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് അതിന്റെ വലിയ ചൂടൊക്കെ ഒന്ന് ആറാനായിട്ട് നമുക്ക് അവിടെ വെക്കാവേ. ഇനിയിപ്പോൾ മറ്റൊരു ബൗളിലേക്ക് ഒരു 2 മുട്ടയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ശരിക്കും ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ശരിക്കും ഒന്നും കൂടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക, അത്രയും മതി. ഇതിലേക്കാണ് വലിയ ചൂടൊക്കെ ഒന്ന് ആറിയാൽ നമ്മുടെ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നത്. വലിയ ചൂടെന്ന് പറഞ്ഞാൽ തണുത്തൊന്നും പോയിട്ടില്ല, ആ തീ ചൂട് മാത്രം ഒന്നും കൂടെ ആറിയിട്ടേ ഉള്ളൂ. ചൂടുണ്ട് കേട്ടോ. ഇതേപോലെ കുറച്ച് കുറച്ച് ചേർത്ത് ഹാൻഡ് വിസ്ക് വെച്ച് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാം. ആദ്യമേ മുഴുവൻ ഒരുമിച്ച് ഒഴിക്കണ്ട കേട്ടോ. ഇതേപോലെ കുറച്ച് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ആ ചൂടോട് കൂടി തന്നെ പാലും വാനില എസൻസും ഒക്കെ ആയിട്ട് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഒരുപാട് കട്ടി കൂടുതലുമില്ല, എന്നാൽ തീരെ അങ്ങോട്ട് കട്ടി കുറവുമില്ലാത്ത ഈ ഒരു പരുവത്തിനായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പാലും റവയും കൂടി ചേർത്ത് ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് കട്ടിയായി പോവും. അതുകൊണ്ട് പതുക്കെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. നമ്മൾ കാരമലൈസ് ചെയ്ത് നേരത്തെ വെച്ച് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് നല്ലോണം തന്നെ ഒന്നും കൂടെ കവർ ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആവിക്ക് വെക്കുമ്പോൾ വെള്ളമൊക്കെ ഇതിന്റെ മുകളിലേക്ക് വീഴും. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഫോയിൽ പേപ്പർ വെച്ച് ഒന്നും കൂടെ കവർ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ആവിക്ക് വെച്ച് ശരിക്കും ഒന്നും കൂടി സെറ്റ് ആക്കി എടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒരു ഇഡ്ഡലി തട്ട് പതുക്കെ ഒന്നുകൂടെ കമത്തിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു 20-25 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ആവി കയറി ഒന്നും കൂടെ സെറ്റായിട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു 25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് തന്നെ ആവിയൊക്കെ വന്നിട്ട് ശരിക്കും ഒന്നും കൂടി സെറ്റായി വന്നിട്ടുണ്ട്. ഒരു കത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഡിംഗ് ഒക്കെ റെഡിയായെന്ന് മനസ്സിലാക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് താഴെ ഇറക്കി തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. വലിയ ചൂടൊക്കെ നാറി നല്ലോണം തണുത്ത് വന്നപ്പോൾ ഞാൻ 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലും കൂടി വെച്ചിട്ടാട്ടോ എടുത്തത്. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ പുഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഫ്രീസറിലൊന്നും വെക്കേണ്ട, താഴെ ഫ്രിഡ്ജിൽ മാത്രം വെച്ചിരുന്നാൽ മതി. ഇതേപോലെ മറ്റൊരു പ്ലേറ്റിലേക്ക് കമത്തി കൊടുക്കുക കേട്ടോ. കണ്ടോ, ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ്ങിന്റെ റെസിപ്പി എന്ന് പറയുന്നത്. പാലും അതേപോലെ തന്നെ റവയും പഞ്ചസാരയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന റെസിപ്പി തന്നെയാണ്. അപ്പൊ ചെയ്തെടുക്കുമ്പോൾ 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പഞ്ചസാര ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ റവയൊക്കെ പാലുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കുറുകി പോവാതെയും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടാവും. ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അടിപൊളി പുഡിങ് തന്നെയാണ്. വായിലിട്ടങ്ങ് അലിഞ്ഞിറങ്ങുന്ന നല്ല സ്വീറ്റ് ആൻഡ് ടേസ്റ്റി പുഡിങ് ആട്ടോ.
അപ്പോൾ നമ്മുടെ സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും നമ്മുടെ ഈ റെസിപ്പിയും ഉറപ്പായിട്ടും ഇഷ്ടമാവും. വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നമ്മുടെ പുഡിംഗ് ഒക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക കേട്ടോ. ബൈ.